നീരജ് എന്ന് പറയുന്ന ഒരാൾക്ക് വളരെ നല്ലൊരു ലൈഫായിരുന്നു. ചെറുപ്പത്തിലെ തുടങ്ങിയിട്ട് ആൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ആൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള നല്ലൊരു ലൈഫ് അയാൾ കൊണ്ടുപോയി തൊലച്ച് കളയുകയാണ്. 27 വയസ്സായിരുന്നു നീരജിന്റെ പ്രായം. 22 വയസ്സുള്ള മനീഷയായിരുന്നു ആളുടെ വൈഫ്. ഒരു പ്രൈവറ്റ് ഫേമിൽ നല്ല ഒരു ജോലിയായിരുന്നു ആൾക്കുണ്ടായത്. സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു, പാരൻസിന് വേറെ വീടുണ്ടായിരുന്നു, അതേപോലെ തന്നെ അവർക്ക് ഒരുപാടധികം പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് അത്യാവശ്യം ഫൈനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് തന്നെയായിരുന്നു നീരജ് വന്നത്. ഇനിയിപ്പോൾ ഭാര്യ മനീഷയുടെ കാര്യമാവട്ടെ, തൻ്റെ ഫാമിലി എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അവര്. അപ്പോൾ ഏകദേശം 4 വർഷങ്ങൾക്ക് മുൻപ് നീരജിന് വിവാഹപ്രായമൊക്കെ എത്തിയെന്നവരുടെ ഫാമിലിക്ക് തോന്നിയപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് കല്യാണാലോചനകളും മറ്റുമൊക്കെ നോക്കുകയാണ്. അങ്ങനെയാണ് തൊട്ടടുത്ത നാട്ടിലത്തെ ഒരു പഞ്ചായത്ത് മെമ്പറിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള മനീഷയുടെ വിവാഹാലോചന വരുന്നത്. അതിനുശേഷം 2 ഫാമിലിയും സംസാരിച്ചു, പിന്നീട് ജാതകം കാര്യങ്ങളൊക്കെ നോക്കി, എല്ലാം സെറ്റായിരുന്നു. അങ്ങനെ ആ ഒരു വിവാഹം നടത്തുകയാണ്. നല്ല ആർഭാടപരപൂർവ്വമായിട്ടായിരുന്നു ആ ഒരു വിവാഹം നടത്തിയത്. അതിനുശേഷം ഇവർ സ്വന്തമായിട്ടൊരു വീടെടുത്ത് താമസിക്കുകയാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്കൊരു പെൺകുഞ്ഞും പിറന്നു. അപ്പോൾ അവരുടെ ലൈഫ് ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് കഴിഞ്ഞ ജാനുവരി 7, 2024 അത് സംഭവിക്കുന്നത്. ആ ഒരു ഇൻസിഡന്റ് അവരുടെ എല്ലാവരുടെയും ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച് കളഞ്ഞു. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അന്നേ ദിവസം നീരജും വൈഫും കുഞ്ഞും ഉറങ്ങായിരുന്നു. അപ്പോൾ വെളുപ്പിന് ഏകദേശം ഒരു 4 മണി ടൈമിൽ കുറച്ച് ആളുകൾ വീട്ടിലോട്ട് അതിക്രമിച്ച് കയറുകയാണ്. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10ഓളം ആളുകൾ വീട്ടിൽ കയറിയെന്നാണ് പറയുന്നത്. അതിനുശേഷം ഇവരെ അടിക്കുകയായിരുന്നു. അതായത് നീരജിൻ്റെ തലക്കൊര അടിച്ചപ്പോൾ തന്നെ നീരജിൻ്റെ ബോധം പോയി നിലത്ത് വീണു. അതിനുശേഷം ആ ഒരു കുഞ്ഞിനെയും അതുപോലെ തന്നെ ആളുടെ വൈഫായിട്ടുള്ള മനീഷയെയും ഉപദ്രവിക്കുകയായിരുന്നു. പിന്നീട് വീട്ടിലുണ്ടായിരുന്ന എല്ലാം തന്നെ കവർന്നിട്ട് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നീരജിന് ബോധം വരികയാണ്. അപ്പോൾ രക്തത്തിൽ കുളിച്ചിടക്കുന്ന തൻ്റെ വൈഫിനെയും മറ്റുമൊക്കെ കണ്ട് ആളാകപ്പാടെ ഷോക്കായിപ്പോയി. ഉടനെ തന്നെ തൻ്റെ ഒരു റിലേറ്റീവിനെ കോൾ ചെയ്യാണ്. കുറച്ച് ആളുകൾ ഇതേപോലെ തന്നെ 10-12 പേര് എൻ്റെ വീട്ടിലോട്ട് കയറി, എന്നിട്ട് ഞങ്ങൾ ആക്രമിച്ചു. വീട്ടിലുണ്ടായിരുന്ന എല്ലാം തന്നെ അവരെടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ ഭാര്യ ഒന്നും എഴുന്നേൽക്കുന്നില്ല, നീ റിലേറ്റീവ്സിനെയും കുറച്ച് ആൾക്കാരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ കോള് വന്നത്. അപ്പോൾ ആളുടനെ തന്നെ പോലീസിനെയും വിവരമറിയിച്ചു, റിലേറ്റീവ്സിനെയും കൂട്ടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴത്തേന് നൈബേഴ്സും എല്ലാവരും ആ ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പോലീസുകാരും ആ ഒരു സ്ഥലത്തോട്ട് എത്തി. പോലീസുകാർ ഉടനെ തന്നെ ആംബുലൻസ് വിളിച്ച് അവരെ 3 പേരെയും അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയായിരുന്നു. അവർ നോക്കുമ്പോൾ 10 പേരോളം വന്ന് മോഷണം നടത്താനുള്ളതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതായത് ആ ഒരു വീട്ടിൽ ഏകദേശം ഒരു 50 പവൻ്റെ ഗോൾഡ് ഉണ്ടായിരുന്നു, 20 ലക്ഷം രൂപ ക്യാഷ് ഉണ്ടായിരുന്നു. എന്നാൽ ഒരു 3-4 പേര് അല്ലെങ്കിൽ 2-3 പേര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇവർ ഓവർ പവർ ചെയ്തിട്ട് അത്തരത്തിലുള്ള മോഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കും. സോ എന്താണ് ഇത്ര പേരത്തെ ആളുകൾ വന്നതെന്ന് അവർ ചിന്തിക്കുകയാണ്. ഇനിയിപ്പോൾ വല്ല ശത്രുക്കളെങ്ങാനും ചെയ്തൊരു കാര്യമാണോ എന്നുള്ളതും അവർ ചിന്തിച്ചു. അങ്ങനെ ഈ മനീഷയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇത്തിരി പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയാണ്. അതായത് ആളുടെ ഒരു എന്താ പറയുക റിലേറ്റീവ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പഞ്ചായത്ത് മെമ്പറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആൾക്ക് എന്തെങ്കിലും ശത്രുക്കളുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ മനീഷയുടെ ഫാമിലിക്ക് എന്തെങ്കിലും ശത്രുക്കളുണ്ടോ എന്നുള്ള ഒരു രീതിയിൽ പോലീസുകാർ അന്വേഷിക്കുകയാണ്. എന്നാൽ അവർക്ക് എന്താ പറയുക അത്തരത്തിലുള്ള ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നീട് മനീഷയ്ക്ക് എന്തെങ്കിലും ശത്രുക്കളുണ്ടോ എന്ന് നോക്കി. അതേപോലെ തന്നെ ഈ നീരജിന് ഓഫീസിലോ അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലോ എന്തെങ്കിലും ശത്രുക്കളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അടുത്തൊരു സംശയം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള നൈബേഴ്സോ മറ്റോ ആരും അറിയാതെ 10ഓളം പേര് എങ്ങനെ ആ ഒരു വീട്ടിൽ കയറി എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഹോസ്പിറ്റലിലത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീരജ് സർവൈവ് ചെയ്തു, എന്നാൽ ആളുടെ വൈഫും കുഞ്ഞും മരണപ്പെടുകയാണ്. അതായത് 1 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ പോലും വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. നീരജിന് തലയിൽ വലിയൊരു അടി കിട്ടിയിട്ടുണ്ടായിരുന്നു, തലയിലൊരു കെട്ടുണ്ടായിരുന്നു, പിന്നെ ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ചിട്ടായിരുന്നു ശ്വസിച്ചുകൊണ്ടിരുന്നിരുന്നത്. ആൾക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. പോലീസുകാർ നോക്കുമ്പോൾ സാധാരണഗതിയിൽ വൈഫും കുഞ്ഞൊക്കെ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ കൊല്ലപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഹസ്ബൻഡിനായിരിക്കും സംശയിക്കുക. എന്നാൽ ഈ ഒരു കേസിൽ നീരജിനും സാരമായിട്ടുള്ള പരിക്കുകളും മറ്റൊക്കെ ഏറ്റിട്ടുണ്ട്. ആളും ശ്വാസം കിട്ടാതെ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ വീണ്ടും ഇതേപോലെ തന്നെ നൈബേഴ്സിനെയും അതുപോലെ തന്നെ റിലേറ്റീവ്സിനെയും എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്തു. അവർ ആ ഏരിയ മുഴുവൻ അരിച്ചു പറക്കി, എന്നാൽ യാതൊരു തെളിവും ലഭിച്ചില്ല. അപ്പോഴത്തേനും ഒരുപാടധികം ഇഷ്യൂസ് ഈ കേസിൻ്റെ പേരിൽ ഉണ്ടാവുകയാണ്. ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷനും ഇല്ല. ഇത്ര പേരത്തെ ആളുകൾ ഇത്രയും എന്താ പറയുക ഇങ്ങനെയുള്ളൊരു ഏരിയയിൽ വന്ന് ഇവരെ കൊലപ്പെടുത്തി പോയിട്ടും പോലീസുകാർ ആരെയും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്നും പിന്നെ മീഡിയാസും അവരൊക്കെ ഇടപെടുകയാണ്. അങ്ങനെ പോലീസിൻ്റെ മേൽ ഈ ഒരു കേസിൽ വലിയ രീതിയിലുള്ള ഒരു പ്രഷർ വരികയാണ്. ആ ഒരു സമയത്ത് പോലീസുകാർ ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് CCTV വിഷ്വൽസും മറ്റൊക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ അന്നത്തെ ദിവസം മാത്രമല്ല, അതിന് മുന്നത്തെ കുറച്ചധികം ദിവസങ്ങളിലത്തെ CCTV വിഷ്വൽസും മറ്റൊക്കെ പരിശോധിച്ചപ്പോഴും സംശയിക്കത്തക്കതായിട്ടുള്ള രീതിയിൽ ആരും തന്നെ അങ്ങോട്ട് വരുന്നതായിട്ട് അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതായത് ഈ വീട് ഒബ്സർവ് ചെയ്യുന്ന രീതിയിലോ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ദുരൂഹമായി കാര്യങ്ങൾ നടക്കുന്നതോ അങ്ങനെയൊന്നും തന്നെ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ പോലീസ് വീണ്ടും ചിന്തിക്കുകയാണ്, ഇനി നീരജ് തന്നെ എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചതാണോ എന്ന്. അങ്ങനെ നീരജിൻ്റെ ഫോൺ ഡീറ്റെയിൽസും മറ്റൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ആളുടെ കോൾ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തപ്പോൾ കൂടുതലും ആൾ വൈഫായിട്ടുള്ള മനീഷയ്ക്ക് തന്നെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനിടയിൽ വേറെ ഒരു സ്ത്രീക്ക് കൂടെ ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടധികം നേരം സംസാരിക്കാറും ഉണ്ടായിരുന്നു, റെഗുലർ ബേസിസിൽ. വിനിഷ എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. ഈ ഒരു നീരജ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ തന്നെയായിരുന്നു അവരും വർക്ക് ചെയ്തിരുന്നത്. ഉടനെ തന്നെ പോലീസുകാർ ആ ഒരു കമ്പനിയിൽ പോയിട്ട് ഇവരെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ രണ്ടുപേരും ആ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എന്നാലും രണ്ടുപേരും എന്താ പറയുക, പ്രൊജക്റ്റിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവർ തമ്മിൽ ഡയറക്റ്റ് ആയിട്ടൊരു ബന്ധമില്ല. വിനിഷയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു സിംഗിൾ വുമൺ ആണ്. അതായത് അവരുടെ ഹസ്ബൻഡ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതിന് ശേഷം അവർ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണോ ഇത്തരത്തിലുള്ളൊരു കാര്യം നടത്തിയത് എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ടായതുകൊണ്ട് തന്നെ വിനീഷയെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. വിനീഷയെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പോലീസുകാർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള മറുപടിയായിരുന്നു അവർ കൊടുത്തത്. ആൾ പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നീരജും താനും നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം മനീഷയ്ക്ക് അറിയായിരുന്നു. അതിൻ്റെ പേരിൽ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും ആരുടെയും ജീവിതം അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും നീരജ് അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം വൈഫിനൊക്കെ ഒഴിവാക്കിയിട്ട് എൻ്റെ അടുത്തോട്ട് വരും, ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കാം, അങ്ങനെയുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നതെന്ന് ആ സ്ത്രീ പറയുകയാണ്. അപ്പോൾ ഇത്രയും ഓപ്പണായിട്ട് ആ ഒരു സ്ത്രീ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് സത്യമാണെന്നുള്ളത് പോലീസുകാർക്കും തോന്നുകയാണ്. എന്നാൽ ആ ഒരു സ്ത്രീ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നീരജ് അത്തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയവും പോലീസിന് അവിടെ നിന്ന് ഉടലെടുക്കുകയാണ്. അങ്ങനെ പോലീസുകാർ നീരജിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ആളുടെ സിറ്റുവേഷനെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടേഴ്സും പറഞ്ഞു അവർക്കും വലിയ ധാരണയില്ല എന്നുള്ളത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നതാണ്. കാരണം ആൾക്ക് തലക്കടിയിട്ടി എന്നുള്ളത് സത്യം തന്നെ. ബട്ട് ആളുടെ സ്കള്ളിന് പൊട്ടലൊന്നും പറ്റിയിട്ടില്ല, ബ്രെയിന് ഡാമേജ് ഇല്ല, അങ്ങനെ വലിയ സിവിയർ ആയിട്ടുള്ള സീനൊന്നുമില്ല. എന്നാലും ആളെനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണെന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ പോലീസിന് വീണ്ടും സംശയം തോന്നുകയാണ്. ഓക്കെ, ഇനി ഇങ്ങനെയൊക്കെ ഡ്രാമ കളിച്ചിട്ട് തങ്ങളുടെ ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് സ്കിപ്പ് ആവാൻ വേണ്ടിയിട്ടാണോ ആളത് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് തോന്നി. അതേപോലെ തന്നെ ഒരു ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സിനോട് ആളുടെ കണ്ടീഷൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ട് അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ പോലീസുകാർ തീരുമാനിച്ചു. അപ്പോൾ അതിനിടയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇയാൾ പറഞ്ഞതനുസരിച്ചിട്ട് ഒരു 10-12 പേര് വന്നിട്ട് ഇവരെ തല്ലിക്കൊന്നു എന്നുള്ളൊരു തരത്തിലായിരുന്നല്ലോ. അപ്പോൾ പോലീസുകാർ നോക്കുന്ന സമയത്ത്, അതായത് ആ ഒരു ഓട്ടോപ്സി റിപ്പോർട്ടിൽ നോക്കുന്ന സമയത്ത് തലയ്ക്ക് ബാക്കിൽ എന്തോ ഒരു കട്ട വെച്ചടിച്ചത് കൊണ്ടായിരുന്നു ആ മനീഷ എന്ന് പറയുന്ന സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുണ്ടായത്. അതേപോലെ തന്നെ അവരുടെ 1 വയസ്സുള്ള കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് വളരെ ക്രൂരമായിട്ടായിരുന്നു കൊലപ്പെടുത്തിയിട്ടുണ്ടായത്. ഇയാൾ പറഞ്ഞതനുസരിച്ചിട്ട് വന്ന ആളുകളുടെ കയ്യിൽ ഇരുമ്പ് റോഡോ അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് വെച്ചാണ് അടിച്ച് കൊലപ്പെടുത്തിയതെന്നുള്ളൊരു തരത്തിലായിരുന്നു ഈ ഒരു നീരജ് പറഞ്ഞിട്ടുണ്ടായത്. ഇതൊന്നും തന്നെ അങ്ങോട്ട് കറക്റ്റായിട്ട് സിങ്ക് ആകുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവർ ചിന്തിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കള്ളന്മാർ വന്നു കഴിഞ്ഞാൽ തന്നെ എന്തിനാ ഒരു കുഞ്ഞിനെ കൊല്ലണം? വെറും 1 വയസ്സുള്ളൊരു കുഞ്ഞാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞ് എന്തായാലും കള്ളന്മാരെ കാണിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നീരജിനെയും മനീഷയെയും കൊലപ്പെടുത്തിയിട്ട് അവർക്ക് ആ ഗോൾഡും പണമൊക്കെ എടുത്തിട്ട് പോകാമായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ നീരജിൻ്റെ മേലിലോട്ടാണ് സംശയത്തിൻ്റെ വിരലുകൾ ചൂണ്ടുന്നത്. അങ്ങനെ നീരജിനെ കസ്റ്റഡിയിലെടുത്തു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആൾ പറഞ്ഞു ഇതേപോലെ തന്നെ കുറച്ച് കള്ളന്മാർ വന്നു, അടിച്ചു, അതിനുശേഷം എനിക്കൊന്നും ഓർമ്മയില്ല, അങ്ങനെയുള്ള ഡ്രാമ കളിക്കുകയാണ്. എന്നാൽ ആ ഒരു ടൈമിൽ പോലീസുകാർ പറഞ്ഞു വിനീഷയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തു. അവസാനം അയാൾക്ക് പിടിച്ചു നിൽക്കാനാകാതെ നടന്ന എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ 4 വർഷങ്ങൾക്ക് മുൻപായിരുന്നല്ലോ നീരജിൻ്റെ വിവാഹം. ആ ഒരു സമയത്തും വിനീഷ് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ടൈമിൽ അവർക്കൊരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അവരുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ 1-2 വർഷങ്ങൾക്ക് മുൻപാണ് അവരുടെ ഹസ്ബൻഡ് മരിക്കുന്നത്. ഒരു ആക്സിഡൻറ്റിലായിരുന്നു മരിച്ചത്. അതിനുശേഷം അവരൊരു സിംഗിൾ വുമൺ ആയിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് നയിക്കുകയായിരുന്നു. ആദ്യം തന്നെ നീരജിന് ആ ഒരു സ്ത്രീയിലൊരു നോട്ടുണ്ടായിരുന്നു. എന്നാലും കല്യാണം കഴിച്ചതാണ്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളതൊക്കെ കൊണ്ട് തന്നെ ആൾ അതൊന്നും അത്ര എക്സ്പ്രസ് ചെയ്തില്ല. എന്നാൽ ആളുടെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം പതിയെ ഈ ഒരു സ്ത്രീയെ അപ്രോച്ച് ചെയ്യാണ്. ആ ഒരു സമയത്ത് ആ ഒരു സ്ത്രീക്കും ഒരു തുണ വേണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയാണ്. അങ്ങനെ ഇവർ നല്ല ഫ്രണ്ട്സായി. പിന്നീട് അതൊരു റിലേഷൻഷിപ്പായിട്ട് മാറുകയാണ്. പിന്നീട് ഇവർ സ്ഥിരമായിട്ട് കറങ്ങാൻ പോകുന്നതും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതും എല്ലാം തന്നെ പതിവായിരുന്നു. നീരജിനൊരു വൈഫുണ്ട്, അതുപോലെ തന്നെ ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ ഒരു ഫാമിലി ലൈഫൊക്കെ പോകുന്നുണ്ടെന്നുള്ളതൊക്കെ വിനിഷയ്ക്ക് അറിയായിരുന്നു. എന്നാലും അവർ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയായിരുന്നു.
എന്നാൽ മനീഷയ്ക്ക് എവിടേക്കോ ചില സംശയങ്ങളൊക്കെ തോന്നുകയാണ്. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഭർത്താവിന് തൻ്റെ അടുത്ത് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അതുപോലെ തന്നെ വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നില്ല, എന്തൊക്കെയോ തന്നെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു സംശയം അവരുടെ ഉള്ളിൽ ഉടലെടുക്കുകയാണ്. അതിങ്ങനെ കൂടി വന്നു. അവസാനം ഒരു ദിവസം ഈ ഒരു എന്താ പറയുക നീരജിൻ്റെ ഫോൺ അവരെടുത്ത് നോക്കുകയാണ്. ആ ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ പേരും പറഞ്ഞ് അടി സ്ഥിരമായിരുന്നു. അങ്ങനെ ആദ്യം ഇവർ രണ്ടുപേരും തമ്മിലുള്ള അടിയായിരുന്നു. പിന്നീട് ഇത് പതിയെ നീരജിൻ്റെ വീട്ടുകാരറിഞ്ഞു, അതേപോലെ തന്നെ മനീഷയുടെ വീട്ടുകാരറിഞ്ഞു. അങ്ങനെ എന്താ പറയുക, ആ രണ്ട് ഫാമിലിയും ഇതൊക്കെ ഇനി എവിടെ എത്തും എന്നുള്ളൊരു ആലോചനയിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നതും അതുപോലെ തന്നെ മനീഷയും കുഞ്ഞും മരണപ്പെടുന്നതും. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ അടി ഉണ്ടാവുന്നത് പതിവായിരുന്നല്ലോ. അങ്ങനെ ഒരു അടി അന്നും ഉണ്ടാവുകയാണ്. അതിൻ്റെ ഇടയിൽ നീരജിന് ദേഷ്യം താങ്ങാൻ പറ്റിയില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിക്കറ്റ് ബാറ്റ് എടുത്തിട്ട് ആ സ്ത്രീയുടെ തലയുടെ ബാക്കിൽ ശക്തിയായിട്ട് അടിക്കുകയായിരുന്നു. അപ്പോൾ ആ സ്ത്രീ എന്താ പറയുക അവിടെ നിലത്ത് വീണു. അപ്പോൾ ഒരൊച്ച വെച്ചു. ആ ഒരു ഒച്ച കേട്ട് ഒരു വയസ്സുള്ള കുഞ്ഞിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. ആ ഒരു കുഞ്ഞിനെ അതായത് സ്വന്തം കുഞ്ഞിനെ അയാൾ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. എന്നിട്ട് അയാളുടെ തലയിലും കുറച്ച് ഡാമേജ് ഉണ്ടാക്കി. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അതിനുശേഷം തൻ്റെ റിലേറ്റീവിനെ വിളിച്ചിട്ട് ഇതേപോലെ തന്നെ 10-12 പേര് വന്നു, ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചു വരുത്താണ്. അതിൻ്റെ ഇടയിൽ ഇയാൾ അടിക്കാനായിട്ട് ഉപയോഗിച്ച ആ ഒരു ബാറ്റ് ഉണ്ടല്ലോ, അത് അയാൾ കുഴിച്ചിട്ടു. അതേപോലെ തന്നെ വീട്ടിൽ ഫുൾ അലങ്കോലാക്കി. പിന്നെ ഉണ്ടായിരുന്ന ഗോൾഡും പണമൊക്കെ എടുത്ത് ആൾ ഒളിപ്പിച്ചു വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്കയായിട്ട് പ്ലാൻ ചെയ്ത് തൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയും പോലീസിനെയും ഒക്കെ പറ്റിക്കാനായിട്ട് നീരജ് ശ്രമിച്ചു. എന്നാൽ ഈ ഒരു പ്ലാനിനെ കുറിച്ച് വിനീഷയ്ക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പോലീസുകാർ വളരെ തന്ത്രപൂർവ്വം അയാളെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാളിപ്പോൾ ജയിലിലുമാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇറ്റ്സ് മീ റിദിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.